ശാലോമിൽ കൂടി. അമ്മ കിളിക്കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സെമി ഫൈനൽ റൗണ്ടിലെ അവസാന എപ്പിസോഡിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ എപ്പിസോഡുകൾ പിന്നിടുമ്പോഴും നമ്മുടെ അമ്മമാരുടെ മികവാർന്ന പ്രകടനങ്ങൾക്കാണ് ഈ വേദി സാക്ഷിയാകുന്നത്. അതെ, ഇന്നും നമ്മോടൊപ്പം 3 ടീമുകളാണുള്ളത്. ടീം ഇരുപകച്ചോല, ടീം ധോണി, ടീം കൊഴിഞ്ഞാമ്പാറ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ സെമി ഫൈനൽ റൗണ്ടിലേക്കുള്ള ചോദ്യങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം റെവറൻഡ് ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ തിരുമുഖം. വളരെ നാളുകളായി നാം ഇങ്ങനെ ഈ ഫ്ലോറിൽ പരസ്പരം കണ്ടുമുട്ടാൻ തുടങ്ങി. പ്രേക്ഷകർക്ക് ഇവരെയൊക്കെ പരിചിതമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത സെമി ഫൈനൽ റൗണ്ട് അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ഈ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് ഒരു ഫൈനൽ മത്സരമാണ്. അതിനു മുൻപുള്ള അവസാനത്തെ എപ്പിസോഡാണ് ഇത്. ഈ മത്സരത്തിൽ നമ്മോട് കൂടെയുള്ളത് ടീം കൊഴിഞ്ഞാമ്പാറ, ടീം ധോണി, ടീം ഇരുമ്പകച്ചോല. ഇതിൽ നിന്ന് 2 ടീമുകളെയാണ് അടുത്തയാഴ്ച നാം ഫൈനലിൽ കണ്ടുമുട്ടാൻ പോകുന്നത്. അതാരായിരിക്കും എന്നറിയാനുള്ള ജിജ്ഞാസ നിങ്ങൾക്കുണ്ട്, എനിക്കുമുണ്ട്. നമുക്ക് പ്രവേശിക്കാം ഈ പുതിയ എപ്പിസോഡിലേക്ക്. ഏവർക്കും സ്വാഗതം. ഈ മത്സരത്തിൻ്റെ ഇത്രയും എപ്പിസോഡുകൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മെ സംബന്ധിച്ച് ഈ മത്സരം സത്യത്തിൽ ഒരു മത്സരമായിരുന്നില്ല. മത്സരത്തിൻ്റെ സ്വഭാവമൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ വചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയുകയായിരുന്നു. വചനത്തിൻ്റെ സൂക്ഷിപ്പുകാരിയായ പരിശുദ്ധ സഭയെ കൂടുതൽ അറിയുകയായിരുന്നു. CCCയും ലൂമൻ ജെൻസിയം എന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ വളരെ സുപ്രധാനമായ ഡോക്യുമെൻറ്റുമൊക്കെ പഠിച്ച്, ഒരുപക്ഷെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അമ്മമാരിൽ വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. നിങ്ങൾക്കൊത്തിരി അഭിമാനിക്കാനുള്ള വകയുണ്ട്. ഞങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട്. നമ്മൾ ഈ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 5 റൗണ്ടുകളായിട്ടാണ് ഈ മത്സരം പൂർത്തിയാകാനിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള റൗണ്ടുകളുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ ഈ സെമി ഫൈനൽ റൗണ്ടിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ഗോവണിയാണ്. ഇതൊരു ഗോൾഡൻ ലാഡറാണ്, സുവർണ ഗോവണിയാണ്. ഈ ലാഡറിൻ്റെ പ്രത്യേകത നിങ്ങളെ മുകളിലേക്കും കയറ്റും താഴേക്കും ഇറക്കാനും കഴിവുള്ള ഒരു ഗോവണിയാണ്. നിങ്ങളുടെ കയ്യിൽ 50 പോയിന്റ് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോൾഡൻ ലാഡർ ഉപയോഗിക്കാം. നിങ്ങളെനിക്ക് പോയിന്റ് ഒന്നും ഇത് ഉപയോഗിക്കാൻ തരേണ്ടതില്ല. ഇതിൻ്റെ ക്രമം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഗോൾഡൻ ലാഡർ ആവശ്യപ്പെടുകയും നിങ്ങൾ ആ ചോദ്യം എടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 50 പോയിന്റ് തരും. അഥവാ 50 പോയിന്റിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ മുകളിലേക്ക് കയറും. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾ 50 പോയിന്റുകൾ താഴേക്ക് ഇറങ്ങും. ഏതാണ്ട് 50-50ആണ്. പക്ഷേ ബസർ ചെയ്ത് ഈ ലാഡർ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കുറഞ്ഞത് 50 പോയിന്റ് എങ്കിലും ഉണ്ടാകണം. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് നിർണായകമായ ഒരു ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ഈ ലാഡർ ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാം ആരംഭിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിലുള്ളത് 10 സെക്കൻഡ് സമയമാണ്. ആ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുക്കണം. നിങ്ങളൊരു പൊസിഷൻ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ല് കേൾക്കുന്ന ക്ഷണം
നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഉയർത്തിപ്പിടിക്കണം. അത് യെസ് എന്നാവാം, നോ എന്നാവാം. നിങ്ങളെടുത്തിരിക്കുന്ന ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. 3 ടീമിന് ലഭിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ മൈനസ് പോയിന്റ് ഒന്നുമില്ല, പോയിന്റ് ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തുടങ്ങാം. 8 ചോദ്യങ്ങളാണ് ഈ മത്സരത്തിലുള്ളത്. ആദ്യത്തെ ചോദ്യം: ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു, വലതു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് രാജാക്കന്മാരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. സമയം പൂർത്തിയാകും. നോ, നോ, യെസ് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ വ്യത്യസ്തമായൊരു നിലപാടെടുത്തിരിക്കുന്നത് ടീം ധോണിയാണ്. നിങ്ങൾ ശരിയെന്നാണ് പറഞ്ഞത്. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ടീം ഇരുമ്പച്ചോല, നിങ്ങൾ തെറ്റെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താലോചിച്ചിട്ടാണ് തെറ്റെന്ന് പറഞ്ഞത്? എന്താണ് നേരത്തെ തെറ്റ്? യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി. രാജാക്കന്മാരുടെ രാജാവേ എന്നല്ല, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്നാണ്. ഭാഗ്യവശാൽ ധോണി സാരമില്ല, എല്ലാ തുടക്കങ്ങളും നന്നാവണമെന്നില്ല, കുറച്ച് കഴിഞ്ഞ് നന്നായാലും മതി. ടീം ഇരുമ്പകച്ചോലയ്ക്കും ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കും 30 പോയിന്റുകൾ വീതം നൽകിക്കൊണ്ട് സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: ജെറുസലേം ദേവാലയം വലിയ കല്ലുകളാൽ പണിയപ്പെട്ടിരിക്കുന്നുവെന്ന് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞു, ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ഇതാരുടെ മേൽ വീഴുന്നുവോ അതവനെ ധൂളിയാക്കും. തീരുമാനമൊക്കെ ആയോ? സമയം പൂർത്തിയായി. നോ എന്ന 2 ടീമുകളും യെസ് എന്ന 1 ടീം. ഇപ്പം ഞാൻ പറ യെസ് എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. എന്തുകൊണ്ടാണ് ടീം ധോണി നോ എന്ന് പറഞ്ഞത്? അവിടെ കല്ലിന്മേൽ വീഴുന്നവൻ ധൂളിയാക്കും. വചനമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും എന്നുള്ള വചനമാണ്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ടീം ഇരുമ്പകച്ചോല, എന്താണ് സംഭവം? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ഇവിടെ എന്താണ് കുഴപ്പം? അത് ധൂളിയാക്കുന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആരുടെ മേൽ വീഴുന്നുവോ? രണ്ടിടത്തും കല്ലിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷേ ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും, ഇതാരുടെ മേൽ വീഴുന്നു അതവനെ ധൂളിയാക്കുമെന്ന് പറയുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയുടെ സമാപനത്തിലാണ്, നമ്മളീ പറഞ്ഞ സ്ഥലത്തല്ല. നിങ്ങൾക്കത് ഒരുവിധം ശരിയായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ നോ എന്ന നിലപാടെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ടീം കൊഴിഞ്ഞാമ്പാറ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. സാരമാക്കേണ്ട. ടീം ധോണിക്കും ടീം ഇരുമ്പകച്ചോലയ്ക്കും 30 പോയിന്റുകൾ വീതം ലഭിക്കുന്നു. നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന പ്രധാന പുരോഹിതന്റെ ചോദ്യത്തിന് ഈശോ പറഞ്ഞ മറുപടി നീ പറഞ്ഞുവല്ലോ എന്ന. നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന പ്രധാന പുരോഹിതന്റെ ചോദ്യത്തിന് ഈശോ പറഞ്ഞ മറുപടി പറഞ്ഞുവല്ലോ എന്ന. സമയം പൂർത്തിയായി. കുഞ്ഞമ്പാറ വളരെ വൈകിയാണത് എടുത്തു വരുന്നത്. യെസ്, നോ എന്നാണ് നിങ്ങൾ 2 പേരും നിലപാടെടുത്തിരിക്കുന്നത്. ടീം ധോണി, എന്താണ് നിങ്ങൾ നോ എന്ന് പറയാൻ കാരണം? പ്രധാന പുരോഹിതന്റെ ചോദ്യത്തിന് വലിയ ധാരണയില്ല, എന്നാലും തെറ്റാണെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശരിയാണെന്ന് ഉറപ്പാണോ? ഇതന്നെ അത് പറഞ്ഞുവല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. സംശയിക്കേണ്ട, ഞാൻ വായിച്ചത് ശരി തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ്. ടീം ഇരുമ്പകച്ചോലയുടെ ഉത്തരം ശരിയാണ്, ടീം ധോണിയുടെ ഉത്തരം തെറ്റാണ്. ടീം കൊഴിഞ്ഞാൻപാറ ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ടീം ഇരുമ്പകച്ചോലയ്ക്ക് മാത്രം 30 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. യോന പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ശരിയോ തെറ്റോ? സമയം കടന്നു. യെസ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ നിങ്ങളോടൊരു സൂത്രം പറയട്ടെ. അതായത് ഈ പെട്ടകത്തിൽ പ്രവേശിച്ചത് യോനയല്ല, നോഹയാണ്. യോനയും നോഹയും 2 പേരാണ്. ഈ മത്സരത്തിൽ ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കും ടീം ധോണിക്കും ടീം ഇരുമ്പകച്ചോലയ്ക്കും 1 പോയിന്റും കിട്ടുന്നില്ല. പോയിന്റ് മുഴുവനും ക്വിസ് മാസ്റ്റർക്കാണ്. അടുത്ത ചോദ്യം: ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും ദൈവകൽപ്പനകൾ അവഗണിക്കുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു.
സമയം പൂർത്തിയായി. നോ എന്നാണ് അഥവാ തെറ്റ് എന്നാണ് നിങ്ങൾ 3 പേരും പറയുന്നത്. ഇതിനകത്ത് എന്താ ഇപ്പൊ തെറ്റിയത്? 20 ചോല എന്താ തെറ്റി? പ്രവാചകന്മാരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. അങ്ങനെയാണ്. ദൈവകൽപ്പനകൾ അവഗണിക്കുന്നതിനെ കുറിച്ചല്ല, പ്രവാചകന്മാരെ കല്ലെറിയുന്നവളെ എന്നാണ് ഇസ്രായേലിനെ വിളിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ഇരുമ്പകച്ചോലയ്ക്കും ടീം ധോണിക്കും ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കും 30 പോയിന്റുകൾ വീതം. ഇതാരാണിപ്പോൾ ബസ്രമർത്തിയത്? ഞങ്ങളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കയറി ബസ്രമർത്തുകയാണോ? എന്തിനാ ബസ്രമർത്തിയത്? ഗോവണിയുടെ ക്വസ്റ്റ്യൻ വേണം. ഗോവണിയുടെ ക്വസ്റ്റ്യൻ വേണം. ഈ സമയത്തൊക്കെ ഇത് ചോദിച്ചാൽ ബാക്കി 2 ടീമുകൾ ആകെ ടെൻഷൻ അടിച്ച് പോകത്തില്ലേ? ചോദ്യം എടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എങ്കിലും എടുത്തോളൂ. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾ ഈ ഗോവണിയിൽ പിടിച്ച് നല്ല മുകളിലേക്ക് കയറുമോ താഴത്തേക്ക് എങ്ങാനും ഇറങ്ങേണ്ടി വരുമോ എന്നറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കതൊരു നല്ല സംഘർഷാവസ്ഥയായിരിക്കാനാണ് സാധ്യത. ചോദ്യം ഇതാണ്: അവിഭാജ്യമായ വിധം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 4 സവിശേഷതകളാണ് തിരുസഭയ്ക്കുള്ളത്. ഏതൊക്കെയാണ് അത്? ഏകവും വിശുദ്ധവും അപ്പസ്തോലികവും സാർവത്രികവുമാണ്. ഏകവും വിശുദ്ധവും അപ്പസ്തോലികവും സാർവത്രികവും അഥവാ കാതോലികവുമാണ്. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 50 പോയിന്റുകളുടെ മേൽക്കൈ. ഒരു നിർണായക ഘട്ടത്തിലേക്ക് സൂക്ഷിച്ചു വെക്കാതെ ചാടിക്കരുത്. എടുത്തതിനാണ് കുറച്ച് പോയിന്റുകൾ നഷ്ടമായതുകൊണ്ടാണ്. കുറച്ചങ്ങനെ പോയിരിക്കുമായിരുന്നു. ഏതായാലും നിങ്ങൾ അത് തിരിച്ചു പിടിച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സീസറിന് നികുതി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഈശോ വളരെ യുക്തിസഹജമായി ഉത്തരം നൽകി. തുടർന്ന് വിശുദ്ധ മത്തായി ഇങ്ങനെ എഴുതുന്നു: അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. സമയം പൂർത്തിയായിരിക്കും. നോ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടാണ് കൊഴിഞ്ഞാമ്പാറ ലാഡറൊക്കെ എടുത്തതല്ലേ? എന്താണ് ഈ നോ എന്ന് പറയാൻ കാരണം? അന്നു മുതലല്ല, അവനോട് ചോദ്യം ചോദിക്കാൻ അവർ ധൈര്യപ്പെടാത്തത്. അതിനുശേഷം ഇതാ ചർച്ചയുടെ അവസാനമൊന്നുമല്ല. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണോ എന്ന ചർച്ചയുടെ അവസാനമാണ് അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. 3 ടീമുകളുടെയും ഉത്തരം ശരിയാണ്. 30 പോയിന്റുകൾ വീതം. ചോദ്യം: ബർത്തേമിയൂസ് ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. തീരുമാനിച്ചു എങ്കിൽ സമയം. നോ നോ നോ. എന്താണ് നിങ്ങൾ നോ എന്ന് പറഞ്ഞത്? ബർത്തിമേയുസ് അങ്ങനെയല്ലേ നിലവിളിച്ചത്? ദാവീദിന്റെ പുത്ര, പാപിയായി കനിയണമേ എന്ന് പറഞ്ഞിട്ടല്ലേ? എന്താണ് നിങ്ങൾ നോ എന്ന് പറഞ്ഞത്? ടീം ധോണി. ബർത്തേമിയൂസ് എന്നവിടെ പറയുന്നില്ല, അന്ധന്മാരായ 2 പേരെന്നുള്ളതാണ്. 2 അന്ധന്മാരെന്നാണ് പറയുന്നുള്ളൂ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 3 ടീമുകൾക്കും 30 പോയിന്റുകൾ വീതം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം: കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. ഈ 2 വാചകങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ ആണ്. സമയം പൂർത്തിയായി. നോ, യെസ്, യെസ്. എന്താണ് നോ എന്ന് പറയാൻ കാരണം? പിന്നെ എങ്ങനെയാണ് ക്രമത്തിൽ പറയൂ? കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിനത്തിൽ മനുഷ്യപുത്രൻ. നിർഭാഗ്യവശാൽ ടീം കൊഴിഞ്ഞാമ്പാറ, ഇത് ഈ ക്രമത്തിൽ തന്നെയാണത്. നിങ്ങളുടെ പോയിന്റുകൾ, നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുന്നില്ല, നഷ്ടമാകുന്നൊന്നുമില്ല, ലഭിക്കുന്നില്ല. ടീം ധോണിക്കും ടീം ഇരുമ്പകച്ചോലയ്ക്കും 30 പോയിന്റ് കൂടി. ഈ 8 ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം സ്കോർ ബോർഡ് എന്താണ്. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 210 പോയിന്റ്സ്. ടീം ധോണി നേടിയിരിക്കുന്നു 150 പോയിന്റ്സ്. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 170 പോയിന്റ്സ്.
നിങ്ങൾക്കറിയാവുന്നതുപോലെ ആരാണോ ആദ്യം ബസർ ചെയ്യുന്നത് അവർക്കുള്ളതാണ് ഉത്തരം പറയാനുള്ള അവസരം. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ചോദ്യം പൊതുവായി നൽകും. 30 സെക്കൻഡിനുള്ളിൽ ബസർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ തരുന്ന ഉത്തരം ശരിയാണെങ്കിൽ 30 പോയിന്റ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. നമുക്ക് ആരംഭിക്കാം. സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും സ്നേഹത്തിൽ നിലനിൽക്കാത്തവൻ രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ളവൻ ശരീരം കൊണ്ട് സഭയുടെ മടിയിലാണ്, പിന്നെ എങ്ങനെയല്ല. സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും സ്നേഹത്തിൽ നിലനിൽക്കാത്തവൻ രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ളവൻ ശരീരം കൊണ്ട് സഭയുടെ മടിയിലാണ്, പിന്നെ എങ്ങനെയല്ല. ആരും ബസർ ചെയ്യാൻ ധൈര്യപ്പെടാത്തപ്പോൾ ക്വിസ് മാസ്റ്റർക്ക് ഒരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബസർ ചെയ്യുന്നേ ഉള്ളൂ. ഇരുമ്പ് ചോല, ഉത്തരം പറയൂ, കേൾക്കട്ടെ. ആത്മാവ് കൊണ്ട്, പിന്നെ ആത്മാവ് കൊണ്ട് എന്നല്ല, ആത്മാവ് കൊണ്ട് എന്നല്ല. എക്സാക്റ്റ് വേർഡിങ്സ് അങ്ങനെയല്ല, ആ കാര്യവും അതല്ല. നിർഭാഗ്യവശാൽ അത് തെറ്റിപ്പോയിരിക്കുകയാണ്. ടീം ധോണി എടുക്കുന്നോ? മനസ്സുകൊണ്ട്. മനസ്സുകൊണ്ട് തെറ്റാണ് ടീം ധോണി, മനസ്സുകൊണ്ടല്ല. ടീം കൊഴിഞ്ഞാമ്പാറ പാസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ അതിനെ മനസ്സുകൊണ്ടെന്നും ആത്മാവ് കൊണ്ടും ജീവിതം കൊണ്ടും എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ഡോക്യുമെന്റിൽ പഠിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയം കൊണ്ട് എന്ന്. ഹൃദയം കൊണ്ട് അങ്ങനെയല്ല. അതായത് തിരുസഭയിൽ ആയിരിക്കുന്ന ഒരാൾ, അവർ സ്നേഹത്തിൽ നിലനിൽക്കാതിരിക്കുക എന്ന് കരുതുക. അവർ ശരീരം കൊണ്ട് സഭയുടെ മടിയിലാണ്, പക്ഷേ ഹൃദയം കൊണ്ട് ദൂരെയാണ്. അതായിരുന്നു അതിൻ്റെ കാര്യം. ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ 10 പോയിന്റ് തരാനുള്ള ഇരുമ്പകച്ചോലയുടെ ആ വിശാല മനസ്സ് ഞാൻ കാണുന്നു. തന്നാലും രണ്ടാമത്തെ ബസർ ചോദ്യം ഇതാണ്. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പസ്തോലികമായ ക്രിസ്തുവിന്റെ സഭ എന്തിൽ നിലനിൽക്കും? ആരാണ്? ഇരുമ്പകച്ചോലയാണ് ബസർ ചെയ്തത്. നിങ്ങൾ സ്ഥിരമായി ബസർ ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പറഞ്ഞോളൂ. കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നു. ഉത്തരം ശരിയാണത്. കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ടീം ഇരുമ്പകച്ചോലയ്ക്ക് 30 പോയിന്റുകൾ. ചോദ്യം: നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആരാ അവൻ? കൊഴിഞ്ഞാമ്പാറയാണ് ബസർ ചെയ്തത്. കൊഴിഞ്ഞാമ്പാറ. ഉത്തരം അറിയാമല്ലേ? അറിയാമോ? അറിയാം എങ്കിൽ ഉത്തരം പറയും. എപ്പഫ്രാസ്. ഉത്തരം ശരിയാണത്. എപ്പഫ്രാസ് ആണ്. ടീം കൊഴിഞ്ഞാമ്പാറയ്ക്ക് 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാവൽ സേനയുണ്ടല്ലോ, നിങ്ങളുടെ കഴിവനുസരിച്ച് പോയി കല്ലറ കാത്തുകൊള്ളുക. അവർ 2 കാര്യങ്ങൾ ചെയ്താണ് കല്ലറ ഭദ്രമാക്കിയത്. ഏതൊക്കെ? ടീം കൊഴിഞ്ഞാമ്പാറയാണ് വീണ്ടും ബസർ ചെയ്തിരിക്കുന്നത്. കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു മുദ്ര വെക്കുകയും ചെയ്തു. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യപ്പെടുകയാണ് ടീം ഇരുമ്പകച്ചോല. ശതാധിപന്മാരെ കാവലേൽപ്പിച്ചു. തെറ്റാണ്. ടീം ധോണി. മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി. ഉത്തരം ശരിയാണ്. കല്ലുവെച്ചതിന് മുദ്ര വെച്ചു, കാവൽക്കാരെ നിർത്തി. അത് മുദ്ര ചെയ്യുകയും കാവൽക്കാരെ നിർത്തുകയും ചെയ്താണ് കല്ലറ ഭദ്രമാക്കിയത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പമുള്ള ചോദ്യമൊന്നും തലയിൽ വരില്ല എന്നായോ? ഗഹനമായ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ ഇനി ഉത്തരം പറയുന്നുള്ളൂ എന്നാണ് അവരുടെ തീരുമാനം. ടീം ധോണി, നിങ്ങൾക്ക് 20 പോയിന്റുകൾ. കൊഴിഞ്ഞാമ്പാറ ചോദിക്കുന്നതിന് മുൻപ് തന്നെ 10 പോയിന്റൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. തന്നോളൂ. ക്വിസ് മാസ്റ്ററും വളരുന്നുണ്ട്. ഈ റൗണ്ടിന്റെ അവസാനത്തെ ചോദ്യം. കൊളോസസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതുന്ന കത്ത് ഏത് സഭയിൽ കൂടി വായിക്കണമെന്നാണ് കൊഴിഞ്ഞാമ്പാറയാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദ്യം പൂർത്തിയാക്കിയില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഉത്തരം പറയും. പറഞ്ഞോളൂ. ലവോദിക്കയിലുള്ള സഭയിലും കൂടി വായിക്കണം. ചോദ്യം പൂർത്തിയാക്കാം. കൊളോസസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതുന്ന കത്ത് ഏത് സഭയിൽ കൂടി വായിക്കണമെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്.
ഉത്തരം ശരിയാണ്. ലൗദീക്കയിലുള്ള സഭയിൽ കൂടി വായിക്കണമെന്നാണ് പൗലോസ് ലേഖ പറയുന്നത്. ടീം കൊഴിഞ്ഞാമ്പാറ 30 പോയിന്റുകൾ. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ ബോർഡ്. ഈ ബസ് റൗണ്ടിൽ നമ്മുടെ അമ്മമാരെല്ലാവരും വേഗതയേറിയ തീരുമാനങ്ങളാണ് എടുത്തത്. ഇവരുടെ പോയിന്റുകൾ ഇങ്ങനെയാണ്. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 230 പോയിന്റുകൾ. ടീം ധോണി നേടിയിരിക്കുന്നു 170 പോയിന്റുകൾ. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 220 പോയിന്റുകൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ചിത്രം മാസ്ക് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. 4 കോളങ്ങൾ കൊണ്ട് അവ മാസ്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന കോളം തുറന്നു കാണിക്കും. 4 ഘട്ടങ്ങളായി 40, 30, 20, 10 പോയിന്റുകൾ നിങ്ങൾക്ക് നേടാൻ കഴിയും. ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. അപ്പോൾ കിട്ടാനിരിക്കുന്നത് 20 പോയിന്റ് ആയിരിക്കും. വ്യക്തമാണ്? തുടങ്ങാം അല്ലേ? ഇരുമ്പകച്ചോല റെഡിയാണ്. ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം: ഇതിൽ ഏത് മാസ്ക് റിമൂവ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ സംഭവം അഥവാ ഈ സ്ഥലം അത് തിരിച്ചറിയാൻ പറ്റും? 2 പറയൂ. ഒന്നുകിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കൂടി ഓപ്പൺ ചെയ്യാൻ ആവശ്യമാണ്. ഒന്നുകൂടെ മാറ്റിത്തരണം. നമ്പർ 1 ഉത്തരം പറയാം. സാൻ പെദ്രോ ഡെ കാർഡനെ. സാൻ പെദ്രോ ദെ കാർഡന ആശ്രമം എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? നമുക്ക് നോക്കാം. നമ്പർ 3, നമ്പർ 4 നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ടീം ഇരുമ്പകച്ചോല അത് സ്പെയിനിലെ സാൻ പെദ്രോ ദെ കാർഡന ആശ്രമമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്തത് ടീം ധോണിക്കുള്ളതാണ്. ടീം ധോണി, നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീനിൽ നിന്ന് ഏത് കോളമാണ് അൺമാസ്ക് ചെയ്തു തരേണ്ടത്? 2 ആണ് അൺമാസ്ക് ചെയ്യേണ്ടത്. 2 പറയൂ. അത് കൊളംബിയയിലെ ഹുയില പട്ടണത്തിലെ ഒരു ചർച്ചിൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ 262 അടി വലിപ്പമുള്ള ക്രൂശിത രൂപമാണ്. ആണോ? നമുക്ക് നോക്കാം. നമ്പർ 1, 3, 4 നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ചൂസ് ചെയ്തതും ശരിയായിരുന്നു. 2 ചൂസ് ചെയ്തപ്പോൾ നിങ്ങൾ കൃത്യമായി കുരിശുരൂപത്തിൻ്റെ ശിരസിൻ്റെ ഭാഗം കാണാൻ പറ്റി. ടീം ധോണി, നിങ്ങൾ കണ്ടത് കൊളംബിയയിലെ ഹുയില പട്ടണത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപമായിരുന്നു. ധാരാളം തീർത്ഥാടകർ അവിടേക്ക് പോകാറുണ്ട്. വിശുദ്ധവാരം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ആയിരക്കണക്കിന് തീർത്ഥാടകർ അവിടെ എത്താറുള്ളത്. ഇതൊരു ആത്മീയ പാർക്കിൻ്റെ മുകളിലാണിത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്നു 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ളതാണ്. കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾക്ക് ഇതിൽ ഏത് കോളമാണ് ഞാൻ റിമൂവ് ചെയ്ത് തരുന്നത്? നമ്പർ 1 ഉത്തരം പറയാം. ഫ്രാൻസിസ് പാപ്പ കാനഡ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ആൻ ലേക്ക് എന്ന തടാകത്തെ ആശീർവദിക്കുന്നു. നമുക്ക് നോക്കാം. നമ്പർ 2, 3 മാർപ്പാപ്പയെ കാണാറായി. 4 ഈ ലേക്കിന്റെ പേരെന്താണ്? ആൻ ലേക്ക്. ഏത് ആനാണത്? വിശുദ്ധ അന്നയുടെ. വിശുദ്ധ അന്ന. അന്ന ആരെയാണ്? മാതാവിന്റെ അമ്മ. മാതാവിന്റെ അമ്മയായ വിശുദ്ധ അന്നയുടെ അന്നയുടെ നാമത്തിലുള്ള ഒരു ലേക്കാണ്, തടാകമാണ്. തീർത്ഥാടന കേന്ദ്രമാണ്. തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഒരു തീർത്ഥാടന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രാജ്യം സന്ദർശിച്ചപ്പോൾ ആ തടാകത്തെ അവിടെ പോയി സന്ദർശിക്കുകയും അതിനെ ആശീർവദിക്കുകയൊക്കെ ചെയ്ത ചിത്രമാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടാണ്. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുന്നത് 40 പോയിന്റുകളാണ്. ഈ ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് സ്കോർ ബോർഡ് എന്ന് പരിശോധിക്കാം. ഹിമ, അമി. ഈ റൗണ്ടിൽ ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 260 പോയിന്റ്സ്. ടീം ധോണി നേടിയിരിക്കുന്നു 210 പോയിന്റ്സ്. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 260 പോയിന്റ്സ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന വചനഭാഗം എവിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്തുക, അതിൽ വിരൽ തൊട്ടതിന് ശേഷം അതിന് തൊട്ട് മുൻപുള്ള വചനഭാഗം മുതൽ വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ അഥവാ വായിച്ച് തുടങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഈ 20 സെക്കൻഡിനുള്ളിൽ അത് ചെയ്താൽ നിങ്ങൾക്ക് 10 പോയിന്റ് സമ്മാനം കൂടി ലഭിക്കും. നമ്മൾ ആരംഭിക്കുന്നത് ടീം ധോണിയിൽ നിന്നാണ്. ധോണി റെഡിയല്ലേ? വചനം, ബൈബിൾ നല്ല പരിചയമാണ്. നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്.
യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തു. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തു. ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം, യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. ഇവയെല്ലാം വരാനിരുന്നവന്റെ വെറും പ്രതിച്ഛായകൾ മാത്രം, യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം ധോണി. നിങ്ങൾക്ക് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ളതാണ്. കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനുമാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനും. മൂന്ന്, 2, 1 സമയം കടന്നു. ടീം കഴിഞ്ഞാൽ പറ, ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? കൊളോസസ് ആണ്. ശരിയാണത്. ഏതധ്യായം? 1-ാം അധ്യായം. ഏത് തിരുവചനം? 18-ാം തിരുവചനം. 17-18 വായിച്ചോളൂ. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തം സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനുമാണ്. നന്നായി പഠിച്ച ഭാഗമാണെന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കറിയാം, അല്ലേ? അതെവിടെയാണ് തപ്പിക്കൊണ്ടിരുന്നത്? തന്നെയാണ്. ചാപ്റ്റർ ഓർമ്മയുണ്ടായില്ല. സാരമില്ല, നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ടവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് കേട്ട വിസ്മയഭരിതരായി അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. എന്താ അതിന്റെ അർത്ഥം? സീസറിന് നികുതി കൊടുക്കാനുള്ള സീസറിനെ ദൈവത്തിനുള്ളത് ദൈവത്തിന്. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. ആർക്ക് പറയാം? അവിടെ ധോണിയിൽ നിന്നൊരാൾ പറയാമെന്ന് പറഞ്ഞു. സീസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ, രാഷ്ട്രത്തെ, ഭരണകൂടത്തെ, ഈ ഭൂമിയെ, അതിന്റെ അധികാരത്തെ ഒക്കെയാണ് സീസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് കൊടുക്കുക. അതിന്റെ ഉള്ളർത്ഥം എന്താണെന്ന് അറിയാമോ? അത് ധ്വനിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ക്രൈസ്തവരായിരിക്കുന്ന ഏതൊരാൾക്കും അവരൊരു ആത്മീയ ജീവിയാണ്. പക്ഷേ അത് മാത്രമല്ല, ക്രൈസ്തവരായിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഭൂമിയുടെ നിയമങ്ങളിലും നിയമ സംവിധാനത്തിലും രാഷ്ട്രഭരണത്തിലുമൊക്കെ ഇടപെടാനുള്ള അധികാരമുണ്ട്. സീസറിന് കൊടുക്കേണ്ടത് സീസറിന് കൊടുക്കണമെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ചിലപ്പോഴെങ്കിലുമൊക്കെ ക്രൈസ്തവ സഭയോട് രാഷ്ട്രീയ നേതൃത്വമൊക്കെ പറയും, നിങ്ങൾ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ടിരുന്നാൽ പോരെ, എന്തിനാണ് ഈ രാഷ്ട്രീയ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? എന്തിനാണ് ഈ ജനത്തിനു വേണ്ടി സമരം ചെയ്യാനോ അല്ലെങ്കിൽ ചില നിയമങ്ങളിൽ തിന്മയുണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താനോ? ഉദാഹരണത്തിന് MTP ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ആക്ട് കൊണ്ടുവരുമ്പോൾ സഭ എന്തിനാണ് ഈ എതിർത്തുകൊണ്ട് വരുന്നത്? ഞങ്ങൾ ഭരിച്ചോളില്ലേ എന്ന് ചോദിക്കും. പക്ഷേ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, സീസറിനുള്ളത് സീസറിന് കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രഭരണത്തിൽ ക്രൈസ്തവർക്ക് പങ്കാളിത്തം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങൾ അമ്മമാരാണല്ലോ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് രാഷ്ട്രഭരണത്തിൻ്റെ അതിലേക്ക് പ്രവേശിക്കുന്ന, ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകൾ ഉയർന്നു വരണം. അത് വെറുതെ നമുക്ക് പിടിച്ചടക്കി ഭരിക്കാൻ വേണ്ടിയല്ല, യഥാർത്ഥമായ ധാർമ്മികതയും നന്മയും പുലരുന്ന ഒരു നാടിനെ ഈ ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മറുവശം എന്താണ് ശ്രദ്ധിച്ചോ? ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. എന്താണ് ഈ ദൈവത്തിനുള്ളത്? ദൈവത്തിന് വേണ്ടത് നിൻ്റെ ഹൃദയമാണ്. അത് നീ ദൈവത്തിന് കൊടുക്കണമെന്നാണ് കർത്താവ് അവരോട് മറുപടിയായി പറഞ്ഞത്. നിങ്ങളതാണ് ചെയ്യാതിരിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ടത് നിൻ്റെ ഹൃദയം, നീ അത് ദൈവത്തിന് കൊടുക്കണം. സീസറിന് കൊടുക്കേണ്ടത് രാഷ്ട്രത്തിന് കൊടുക്കേണ്ടത് രാഷ്ട്രത്തിനും കൊടുക്കണം എന്നായിരുന്നു ഈശോ പറഞ്ഞത്. ടീം ഇരുപകച്ചോല, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾ സമയത്തിന് മുൻപേ ഉത്തരം പറഞ്ഞു. 10 പോയിന്റ് കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾക്ക് അവകാശം നേടുകയാണ്. ഈ 3 ചോദ്യങ്ങളോടെ ഈ റൗണ്ടിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയും 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയുമാണ്. 2ാം ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങളെ ആശ്രയിച്ചിരിക്കും
നിങ്ങളുടെ ടീമിൻ്റെ ഭാവി. ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. ടീം കഴിഞ്ഞാൽ പറ, നിങ്ങൾക്ക് സുഖമല്ലേ? സുഖമാണ്. ഈ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി നിങ്ങൾ മത്സരിച്ച് മുൻപിലെത്തി അല്ലേ? കുഞ്ഞമ്പാറ ഒരു ചെറിയ ഇടവകയല്ലേ? അതെ. എത്ര വീട്ടുകാരുണ്ട് അവിടെ? 60 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഈ ഘട്ടം വരെ നിങ്ങൾ മത്സരിച്ചെത്തി. നിങ്ങളെ ഇങ്ങനെ ടി വിയിലൊക്കെ നിങ്ങളുടെ പരിചയമുള്ളവരും ഇടവക്കാരും ഒക്കെ കാണാറുണ്ട് അല്ലേ? നിങ്ങളറിയാത്ത ഒത്തിരി ആളുകൾ നിങ്ങളെ കാണുകയും ഈ അമ്മമാരൊക്കെ കൊള്ളാലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? സ്വന്തക്കാർ പറഞ്ഞിട്ടുണ്ട്. ആണോ? അവരെന്താ പറയുന്നത്? കുഴപ്പമില്ല, നിങ്ങളുടെ പ്രോഗ്രാം നന്നായിരുന്നു എന്ന് പറഞ്ഞു. ചുമ്മാ അങ്ങനെ പറയാം, ഓ പ്രോഗ്രാം ഒക്കെ നല്ലതായിരുന്നു അങ്ങനെ പറയും. കുറേ കാര്യങ്ങൾ അറിയാത്തതൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടീം കഴിഞ്ഞാൽ പറ, നിങ്ങൾക്കാണ് ആദ്യത്തെ അവസരം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ട്രഷർ ഹണ്ടിൻ്റെ 2ാമത്തെ റൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വചനഭാഗം ഞാൻ വാക്കുകളായി മുറിച്ച് മേശപ്പുറത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള സമയം ആരംഭിക്കുമ്പോൾ അത് തുറന്നു നോക്കി അതിൽ മറഞ്ഞിരിക്കുന്ന വചനം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഇനി 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാലോ നിങ്ങളെ കാത്തിരിക്കുന്നത് 10 പോയിന്റിൻ്റെ സമ്മാനം കൂടിയാണ്. വ്യക്തമാണോ? വരൂ. റെഡിയാണ്? തുടങ്ങാം. 1, 2, 3 സ്റ്റാർട്ട്. യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ. യേശുക്രിസ്തുവിൻ്റെ ദിവസമാകുമ്പോഴേക്കുമാണോ സൽപ്രവൃത്തി ആരംഭിക്കുന്നത്? ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ വചനം ശരിക്കും? നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. വെറുതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോലും നമ്മുടെ മനസ്സിലൂടെ എങ്ങനെ പോയേനായിരുന്നു അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അല്ലല്ലോ സൽപ്രവൃത്തി ആരംഭിക്കുന്നത്. സാരമില്ലല്ലേ? നമുക്ക് നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. ടീം ധോണി, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? നിങ്ങളുടെ സന്തോഷവും പുഞ്ചിരിയൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പതുക്കെ അങ്ങ് മാഞ്ഞു പോണ പോലെ തോന്നി? അങ്ങനെയൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പഠനത്തിനും നിങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധനങ്ങളും ഒക്കെ ഗ്രഹിക്കുന്ന കാര്യത്തിലൊക്കെ എന്ത് പുരോഗതിയാണ് ഉണ്ടായത്? സഭയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിച്ചു. ബൈബിളിനോട് കൂടുതൽ, ദൈവത്തോട് കൂടുതൽ അടുത്തായിരിക്കുന്ന അവസ്ഥ എപ്പോഴും. അങ്ങനെ ഒരു കാര്യമുണ്ടായി അല്ലേ? CCC ഒക്കെ പഠിക്കാൻ ഇങ്ങനൊരു അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കുമായിരുന്നോ? തീർച്ചയായിട്ടും ഇല്ല. CCCയുടെ ബുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് എന്താണ് വായിക്കാൻ തോന്നാറില്ല. ഇത് ചെറിയൊരു പോർഷൻ ആയതുകൊണ്ട് നമുക്കത് വായിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ. ചെറിയൊരു പോർഷൻ പഠിച്ചപ്പോൾ എന്ത് തോന്നി? ഇനി എന്ത് ചെയ്യും? വായിച്ചത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൂടുതൽ അറിയാനും സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരം വചനം പഠിക്കുന്നത് വലിയൊരു സന്തോഷമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ തിരുസഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്രൈസ്തവർക്കൊക്കെ വലിയൊരു താല്പര്യമില്ലാത്തത്? തിരുസഭ, ഞാൻ ഒത്തിരി നാൾ ആലോചിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. വചനം വചനമായി തീരുന്നത് തിരുസഭയുള്ളത് കൊണ്ടാണ്. തിരുസഭ നമുക്ക് നൽകിയത് കൊണ്ടാണ് വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത്. സഭയെ മാറ്റി നിർത്തിയാൽ വചനം വെറുമൊരു പുസ്തകം മാത്രമാണ്. റവലേഷൻ, ദൈവിക വെളിപാട്, അതിൻ്റെ പൂർണ്ണതയിൽ നൽകിയിരിക്കുന്നത് തിരുസഭയിലാണ്. സഭയിൽ അതിൻ്റെ പ്രസക്തമായ കാര്യങ്ങൾ, നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായുള്ളതൊക്കെ അതിൽ രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വചനത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ, വചനത്തിൻ്റെ വ്യാപ്തിയിൽ വചനത്തെ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ അതിന് ബൈബിൾ മാത്രം പോരാ. വചനം ക്രിസ്തുവാണ്. അതൊരു പുസ്തകത്തിലേക്ക് ഉൾക്കൊള്ളാനാവില്ല. സഭയുടെ സജീവ പാരമ്പര്യത്തിലും സഭയുടെ ജീവിതത്തിലുമാണ് ക്രിസ്തു അവതീർണനാകുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത് ഏതാണെന്ന് ചോദിച്ചാൽ തിരുസഭയുടെ പ്രബോധനമെന്ന് വേണം നമ്മൾ മറുപടി കൊടുക്കാൻ. അതുകൊണ്ട് അത് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ കടമയുണ്ട്. നമുക്ക്
വചനം നിങ്ങൾ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം. വരും. റെഡിയാണ്? ആരംഭിക്കും. 1 2 3 സ്റ്റാർട്ട്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അങ്ങനെയാണോ അത്? അങ്ങനെയാണ്, ഉറപ്പാണ്. ഇതിന് ക്വിസ് മാസ്റ്റർക്ക് ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം അത് കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയെല്ലാം സർവ്വതും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. ഇതാര് പറഞ്ഞതാണ്? പൗലോസ്ലീഹ. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതാണ്. ടീം ധോണി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങളത് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. 10 പോയിന്റ് കൂട്ടിച്ചേർത്ത് 40 പോയിന്റിന് നിങ്ങൾ അർഹരാകുകയാണ്. ടീം ഇരുമ്പുകച്ചോല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് ഈ സെമി ഫൈനലിലേക്കൊക്കെ എത്തിയപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും അഭിനന്ദന പ്രവാഹമായിരുന്നു. അതെ അതെ. നിങ്ങൾ ശരിക്കും ഈ ഒരു മത്സരം ആസ്വദിക്കുന്നുണ്ടല്ലേ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇത് ആരംഭിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചൻ ഇങ്ങനെയൊരു കാര്യം വരുന്നുണ്ട്, നിങ്ങളതിൽ പങ്കെടുക്കൂ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഇതേ ആവേശം ഉണ്ടായിരുന്നു അന്ന്? ഇത്രയും അങ്ങ് തോന്നിയില്ല. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം. ഈ വേദിയിലേക്ക് വരാത്ത പല ടീമുകളും മത്സരം ആരംഭിച്ചത് ടി വിയിൽ കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കൂടി ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ഉണ്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സൗഭാഗ്യം ലഭിച്ചു. ഇനി ഇതേപോലെ ഇനി മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ചോദിക്കുന്നുണ്ട്. മറ്റെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് അറിയത്തില്ല. അറിയത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ അവസരമാണ് ഇരുമ്പുകച്ചോല. വരും. റെഡിയാണ്? 1 2 3 സ്റ്റാർട്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് കൃത്യമായിട്ടാണോ അടുക്കിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കാൻ മേലായിരുന്നോ? ആശങ്കപ്പെടണ്ട, നിങ്ങൾ അടുക്കിയിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ടീം ഇരുമ്പുകച്ചോല, നിങ്ങൾ വചനം പൂർത്തീകരിച്ചിരിക്കുന്നത് ശരിയായിട്ടാണ്. മാത്രവുമല്ല, നിങ്ങൾ സമയത്തിന് മുൻപേ അത് തീർത്തതുകൊണ്ട് 10 പോയിന്റ് കൂടി ചേർത്ത് 40 പോയിന്റുകൾക്ക് അർഹരാവുകയാണ്. ഈ ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ റൗണ്ട് പൂർത്തിയാകുന്നതെന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു റൗണ്ടോടുകൂടെ ആരൊക്കെയാണ് ഫൈനലിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത് എന്നും നമുക്കറിയാൻ പറ്റും. ആവേശോജ്വലമായ മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന അവസാന റൗണ്ടിലേക്ക് നാം പോകുന്നു. അതിനു മുൻപ് ഇതുവരെയുള്ള സ്കോർ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 340 പോയിന്റുകൾ. ടീം ധോണി നേടിയിരിക്കുന്നു 280 പോയിന്റുകൾ. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 260 പോയിന്റുകൾ. ചോദ്യം വില കൊടുത്ത് വാങ്ങുകയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാൻ പറ്റും. മൂന്നാമത്തേത് നിങ്ങൾ തന്നെ ഉത്തരം പറയേണ്ടതുണ്ട്. ആലോചിച്ച് വിവേകത്തോടെ സാഹചര്യം പരിഗണിച്ച് ചോദ്യം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം അത് ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ളതാണ്. കൊഴിഞ്ഞാമ്പാറ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്നാണ് നിങ്ങളുടെ ഒരു ധാരണ? ഞങ്ങളുടെ ധാരണ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് എന്നാണ് തോന്നുന്നത്. നിർബന്ധമുണ്ടോ? നിർബന്ധമല്ല, ലാസ്റ്റ് ബാക്കിയുള്ളവരുടെ പോയിന്റുകളെ കുറിച്ച് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നും അറിഞ്ഞുകൂടാ. നിങ്ങളെല്ലാം പോയിന്റ് നേടുകയും ബാക്കിയുള്ളവർക്ക് നഷ്ടപ്പെടുകയും ചെയ്താൽ
എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ അല്ലേ എന്ത് സംഭവിക്കാം? നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എടുക്കാൻ ചോദ്യം എടുക്കാൻ പോവുകയാണ്. 30 പോയിന്റ് ഇനിയും കൊടുക്കാൻ പോവുകയാണ്. തരൂ. നല്ലൊരു ചോദ്യം തിരഞ്ഞെടുത്തു. നന്നായിട്ട് നോക്കിയിട്ടാണല്ലോ എടുത്തല്ലേ അല്ലേ? അപ്പോൾ ഞാൻ പറ, നിങ്ങൾക്കുള്ള നീല ചോദ്യമാണ്. അകത്തെന്താണുള്ളത് എന്ന് നോക്കട്ടെ. വിശ്വാസികളുടെ എല്ലാ പ്രാദേശിക സമൂഹങ്ങളിലും ക്രിസ്തുവിൻ്റെ സഭ യഥാർത്ഥത്തിൽ സന്നിഹിതമാണ്. പക്ഷേ ഈ പ്രാദേശിക സമൂഹങ്ങൾക്ക് 2 പ്രത്യേകതകൾ ഉണ്ടാകണം ക്രിസ്തുവിൻ്റെ സഭ അതിൽ സന്നിഹിതമാകണമെങ്കിൽ. ഒന്ന്, അത് നിയമാനുസൃതം സംഘടിപ്പിക്കപ്പെട്ടിരിക്കണം എന്നതാണ്. രണ്ടാമത്തേത് എന്താണ്? അപ്പസ്തോലിക പിന്തുടർച്ച വഴി പട്ടമേറ്റ തങ്ങളുടെ മെത്രാനോട് ഐക്യത്തിൽ കഴിയുന്ന സഭയായിരിക്കണം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കൊഴിഞ്ഞാൻപാറ അജപാലകരോട് തിരുപ്പട്ടം സ്വീകരിച്ചിരിക്കുന്ന മെത്രാന്മാരും അവരുടെ പിൻഗാമികളും അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും അവരോട് കൂട്ടിച്ചേർന്നിരിക്കുന്നവരുമായ അജപാലകരോട് ഐക്യത്തിൽ കഴിയണം തിരുസഭയാകാൻ, നമ്മൾ സഭാംഗങ്ങളാകാൻ എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അപ്പോൾ ഞാൻ പറ, ഇനി എന്ത് ചെയ്യും? അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഇനി എടുക്കാൻ പോവുകയാണ്. അടുത്ത ചോദ്യത്തിന് ഉത്തരം ശരിയായതോടെ ആവേശഭരിതരായി. മറ്റൊരു നല്ല ചോദ്യം എടുത്തോളൂ. കളറ് മാറ്റി വെക്കാം. മഞ്ഞ നിറമുള്ള ചോദ്യം എടുക്കാമെന്ന്. ചോദ്യം ഇതാണ്. നിങ്ങൾ 40 പോയിന്റാണ് ഈ ചോദ്യത്തിന് തന്നിരിക്കുന്നത്. ദൈവജനത്തിൻ്റെ ഈ ഒരുമിച്ച് ചേർക്കലിനുള്ള അകന്ന തയ്യാറെടുപ്പ് എവിടെയാണ് തുടങ്ങുന്നത്? ദൈവം അബ്രാഹത്തെ വിളിച്ചു. ഉത്തരം ശരിയാണ്. ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് വാഗ്ദാനമൊക്കെ കൊടുത്തു. വലിയൊരു ജനതയാക്കുമെന്ന് അബ്രാഹത്തോട് പറഞ്ഞു. ടീം കൊഴിഞ്ഞാൻപാറ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 80 പോയിന്റുകൾ. ഇനി എന്ത് ചെയ്യും? എടുക്കാന്നാണ് തീരുമാനിക്കുന്നത്. ശരി, എടുക്കൂ. അത്യാവശ്യം പോയിന്റുകൾ കിട്ടി. ഇത്തിരി സേഫ് ആകുന്ന സമയത്ത് ഈ 50 പോയിന്റ് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അറിയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. 100 പോയിന്റ് കിട്ടാവുന്ന, 50 പോയിന്റ് നഷ്ടപ്പെടുത്താവുന്ന ചോദ്യം. രക്ഷയ്ക്കു വേണ്ടിയുള്ള എല്ലാ മനുഷ്യരുടെയും സമ്മേളനം എന്ന നിലയിൽ തിരുസഭ അതിൻ്റെ പ്രകൃതിയാൽ തന്നെ എന്തായിരിക്കുന്നു? പ്രേക്ഷിതയാണ്. ഉത്തരം ശരിയാണ്. സഭ പ്രേക്ഷിതയായിരിക്കുന്നു. ടീം കൊഴിഞ്ഞാൻപാറയ്ക്ക് 100 പോയിന്റുകൾ. സന്തോഷമൊക്കെ അല്ലേ? എല്ലാ പോയിന്റും കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നോ? വിചാരിച്ചതേ ഇല്ല. വിചാരിച്ചില്ല, പരിശ്രമിക്കാൻ, ബാക്കി ദൈവം സഹായിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും നമുക്ക് 100 പോയിന്റ് കിട്ടി. നമുക്ക് നോക്കാം അടുത്ത ടീമുകൾ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്ന് നോക്കാം. അടുത്ത അവസരം ടീം ധോണിക്കുള്ളതാണ്. ടീം ധോണി, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഏതായാലും ഒരു ക്വസ്റ്റ്യൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ഇപ്പം ഞങ്ങൾ തേർഡാണ്. ചോദ്യം എടുക്കാൻ പോവുകയാണ്. വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ള പോയിന്റുമായിട്ട് നിന്ന് എന്ത് ചെയ്യാനാ? എടുക്കാനാണ് തീരുമാനം. എടുത്തോളൂ. നീല നിറമുള്ള ചോദ്യം നിങ്ങൾ ചൂസ് ചെയ്തു. ചോദ്യം ഇതാ. സഭയ്ക്കാണ് ദൈവത്തിൻ്റെ കൃപ നൽകപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ എവിടെ സഭയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ അവിടെ സഭയും സർവ്വകൃപാവരവുമുണ്ട്. ഇതാരുടെ വാക്കുകളാണ്? സെയിന്റ് ഐറേനിയസ്. ഉത്തരം ശരിയാണ്. വിശുദ്ധ ഇരണയോസിന്റെ വാക്കുകളാണിത്. ടീം ധോണി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് തന്ന പോയിന്റുകൾ മാത്രമല്ല 30 പോയിന്റ് കൂടി ചേർത്ത് 60 പോയിന്റുകൾ ലഭിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഒരു ചോദ്യം എടുക്കണോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ചോദ്യം കൂടി എടുത്തു നോക്കാം അല്ലേ? ശരി, എടുക്കും. നിങ്ങൾ എളുപ്പമുള്ള ചോദ്യമാണ് എടുത്തത്. ബുദ്ധിമുട്ടുള്ള ചോദ്യം നോക്കി എടുത്തത്. നല്ല ഒരു ഉത്തരം പറയാം എന്ന് വിചാരിച്ചു. ചോദ്യം ഇതാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. ഒരു വലിയ രഹസ്യമെന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്നത് എന്തിനെയാണ്? ക്രിസ്തുവും സഭയും തമ്മിലുള്ള വൈവാഹിക ഐക്യത്തെ. ഉത്തരം ശരിയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള നുപ്ഷ്യൽ റിലേഷൻ, വൈവാഹിക ഐക്യത്തെയാണ് പൗലോസ് ശ്ലീഹ എന്തെന്ന് വിളിക്കുന്നത്?
വലിയ രഹസ്യമെന്ന് ഇതൊരു വലിയ രഹസ്യമാണ് എന്ന് വിളിക്കുന്നത്. ടീം ധോണി കരസ്ഥമാക്കുകയാണ് 80 പോയിന്റുകൾ. ധോണി നീ എന്ത് ചെയ്യും? ഇനിയും എടുക്കും? അടുത്തതും കൂടെ എടുക്കാം. അടുത്തോടെ എടുക്കാൻ വേറെ തീരുമാനിക്കുക. നിവൃത്തിയില്ല. വേറെ നിവൃത്തിയൊന്നുമില്ല. എങ്കിലും എടുത്തോളൂ. ഒരു 50 പോയിന്റ് തൽക്കാലത്തിന് കൈവിട്ട് പോയപ്പോൾ ഒരു സങ്കടം ഉണ്ടോ? സങ്കടമൊന്നുമില്ല. എന്തും വരട്ടെ എന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്: അജപാലകരുടെ ദൗത്യം ആത്മാവിനെ കെടുത്തിക്കളയുകയല്ല, പിന്നെ എന്താ? സമയം കടന്നു പോയി. ഇത് മൂന്നാമത്തെ ചോദ്യമായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായവും ഇല്ല. എന്തായിരുന്നു അത്? ഇനിയൊന്ന് ശാന്തമായി ആലോചിച്ചേ, ചിലപ്പോൾ കിട്ടും. അജപാലകരുടെ ദൗത്യം ആത്മാവിനെ കെടുത്തിക്കളയുകയല്ല. ആത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുകയോ വരങ്ങൾ നൽകുകയൊക്കെ ചെയ്യുമ്പം അതിനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് കെടുത്തിക്കളയുകയല്ല. പിന്നെ എന്താണ് അവരുടെ ദൗത്യം? കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല. എന്നാലും മനസ്സിലാവുന്ന പോലെ പറഞ്ഞേ. ആർക്ക് പറയാം? പരിശോധിച്ചറിഞ്ഞതിന് ശേഷം എല്ലാം പരിശോധിച്ചറിയുകയും നന്മയായതിനെ മുറുകെ പിടിക്കുകയുമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു വരമുണ്ട്, ഒരാളിൽ ഒരു വരം പ്രവർത്തിക്കുന്നുവെന്ന് കാണുന്നു. ആളത് അജപാലകരുടെ അടുത്ത് അവതരിപ്പിക്കുന്നു. അജപാലകർ എന്ത് ചെയ്യണം? അത് പരിശോധിക്കണം. ദൈവശാസ്ത്രപരമായി അക്സെപ്റ്റബിൾ ആണോ അത് ശരിക്കും പരിശുദ്ധാത്മാവിന് തന്നെയുള്ളതാണോ? അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് അത് പരിശോധിക്കണം. ശരിയാണെങ്കിൽ അതിനെ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയണം. അതാണ് അജപാലകരുടെ ദൗത്യം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. നമുക്ക് പലപ്പോഴുമൊക്കെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു, എനിക്കിൻ്റെ മുകളിൽ ആരുമില്ല, ആത്മാവ് എന്നോട് പറഞ്ഞാൽ അത് മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവിടെ തിരുസഭ കൃത്യമായി പഠിപ്പിക്കുകയാണ്, അജപാലകരുടെ അജപാലന ശുശ്രൂഷയ്ക്ക് വിധേയമാണ് എല്ലാ വരങ്ങളും. നിർഭാഗ്യവശാൽ 50 പോയിന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാരമില്ല, നമുക്കെന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിണമിക്കാനിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. നാം പോവുകയാണ് ടീം ഇരുമ്പകച്ചോലയുടെ അടുത്തേക്ക്. ടീം ഇരുമ്പകച്ചോല, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? സപ്പോർട്ടിംഗ് ടീമിനോടൊന്ന് ചോദിക്കണം. ഒന്ന് അഭിപ്രായം ചോദിക്കണം. ചോദിച്ചോളൂ. ഒരെണ്ണം എടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഒരെണ്ണം എടുത്താൽ മതിയോ? തൽക്കാലം നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം എന്നാണ് അല്ലേ? നല്ലൊരു ചോദ്യം തിരഞ്ഞെടുത്തോളൂ. ആ കൂട്ടത്തിൽ ആകെ ഒരു മഞ്ഞ ചോദ്യമാണ് ഉണ്ടായിരുന്നു. ആ ചോദ്യം തന്നെ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ചോദ്യം ഇതാണ്: ക്രിസ്തുവാണ് മൂലക്കല്ല്. ഈ അടിസ്ഥാനത്തിന്മേൽ സഭ ആരുവഴിയാണ് പണിയപ്പെട്ടത്? അപ്പസ്തോലന്മാരാൽ പണിയപ്പെട്ടു. ചോദ്യം ഒന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ക്രിസ്തുവാണ് മൂലക്കല്ല്. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നത് അപ്പസ്തോലന്മാരിലൂടെയാണ്. ടീം ഇരുമ്പകച്ചോല, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന 30 പോയിന്റുകൾ, ആകെ 60 പോയിന്റുകൾ. ഒരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. അടുത്ത ചോദ്യം എടുത്താലോ? ആലോചിച്ച് പറഞ്ഞോളൂ. വേണ്ട, 2-3 ചോദ്യമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. സ്നേഹത്തോടെ ഒരു കാര്യം തരുമ്പോൾ വേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ടീം ഇരുമ്പകച്ചോല തങ്ങൾക്കൊരു ചോദ്യം മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മത്സരം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് അന്വേഷിക്കാം, ആരാണ് ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്? ഏതൊക്കെ ടീമുകളിലാണ് ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്? ആരെക്കാത്താണ് ഈ വേദിയിരിക്കുന്നത് എന്ന് നാം കാണാൻ പോവുകയാണ് സ്കോർ ബോർഡിൽ. ഈ മത്സരം ഇവിടെ പൂർത്തിയാകുമ്പോൾ 3-ാം സ്ഥാനത്ത് 300 പോയിന്റുമായി ടീം ധോണി, 2-ാം സ്ഥാനത്ത് 370 പോയിന്റുമായി ടീം ഇരുമ്പകച്ചോല, 1-ാം സ്ഥാനത്ത് 380 പോയിന്റുമായി ടീം കൊഴിഞ്ഞാമ്പാറ. തുടക്കത്തിൽ നിങ്ങൾ ഇത്തിരി പുറകിലായിരുന്നു അല്ലേ? ആ സമയത്ത് എന്ത് തോന്നി? പ്രത്യേകിച്ച് തോന്നിയില്ല. ദൈവം സഹായിച്ചാൽ മുന്നേറാം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. നിങ്ങൾ മുന്നേറി. ടീം ധോണി, നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് പറയാൻ തോന്നുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, വല്ലാത്ത സന്തോഷമാണല്ലോ. ഏതായാലും സെമി ഫൈനൽ വരെ എത്തിയല്ലോ, അതൊരു വലിയ ദൈവത്തിന് നന്ദി പറയുന്നു.
അതൊരു വലിയ കാര്യമാണ്. ദൈവത്തിന് നന്ദി പറയേണ്ട കാര്യം തന്നെയാണ് അല്ലേ? ആരംഭിച്ചപ്പോൾ 60 ടീമുകളാണ് ഉണ്ടായിരുന്നത്. അതെ, ഞങ്ങൾ ആരംഭത്തിൽ ഞങ്ങൾ ആദ്യത്തെ റൗണ്ടെങ്കിലും ഒന്ന് കടന്നു കിട്ടണേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അന്ന് വന്നത്. ദൈവം ഇവിടം വരെ എത്തിച്ചു. ദൈവത്തിന് നന്ദി. ദൈവത്തിന് നന്ദി. ഇതുവരെ എത്തി. നിങ്ങൾ ഫൈനലിൻ്റെ തൊട്ട് മുൻപിലെത്തി അല്ലേ? ഞങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ പഠിച്ചൊരുങ്ങി. ഇത്രയും ഞങ്ങൾക്ക് പറ്റുള്ളൂ. അത് വളരെ എളിമയുടെ വാക്കുകളാണ്. ഞങ്ങൾക്ക് കഴിയുന്നിടത്തോളം ഞങ്ങൾ ശ്രമിച്ചു. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ടീം ധോണി ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളുടെ നാളിതുവരെയുള്ള പെർഫോമൻസ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മത്സരമാകുമ്പോൾ ഏതെങ്കിലും ഒരു ടീം പുറത്താകാതെ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാതെ മത്സരത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ അഭിനന്ദനങ്ങളോടെ യാത്രയാക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹോപഹാരങ്ങൾ നൽകാനായി പാലക്കാട് രൂപതയുടെ മാതൃവേദി ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചനും അച്ഛനെ സഹായിക്കുന്ന അനിമേറ്റർ സിസ്റ്ററും ഇവിടെയുണ്ട്. നമുക്ക് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവും. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സെമി ഫൈനൽ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ആകെ അവശേഷിക്കുന്നത് ഫൈനൽ മത്സരമാണ്. ആ ഫൈനലിലേക്ക് പ്രവേശിക്കാനാണ് കഴിഞ്ഞ കാലം മുഴുവനും 60 ടീമുകൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ അവസരത്തിൽ ഈ മത്സരവേദിയിൽ നിന്ന് ആ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് 2 ടീമുകളാണ്. ടീം കൊഴിഞ്ഞാമ്പാറയും ടീം ഇരുമ്പകച്ചോലയും. കൊഴിഞ്ഞാമ്പാറയും ഇരുമ്പകച്ചോലയും ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച നാം കണ്ടുമുട്ടും ഫൈനലിൻ്റെ വേദിയിൽ. ആവേശോജ്വലമായ ഫൈനലിനായി കാത്തിരിക്കുക. 4 ടീമുകളാണ് മാറ്റുരയ്ക്കാൻ പോകുന്നത്. ആരാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നത്, ആരാണ് അതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്നത് എന്നറിയാൻ നമുക്ക് ഏവർക്കും ആകാംക്ഷയുണ്ട്. അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക, കാത്തിരിക്കുക, മിശിഹായുടെ കൂടെയായിരിക്കുക. തിരുസഭ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ആമേൻ.